ഓരോന്ന് പ്ലാൻ ചെയ്ത് നടന്നത്. ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കാണും. അപ്പൊ പിന്നെ അടിമയാവുന്നത് തന്നെയാ നല്ലത്. അടിമയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞു? ഉടമയാവാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഏട്ടൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കും ഗൗതമിനും നേരത്തെ അറിയാമായിരുന്നു. എതിർക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഞങ്ങളാ. അത് അമ്മയ്ക്ക് മനസ്സിലാവാത്തൊരു പ്ലാനിങ്ങാ. എന്ത് പ്ലാനിങ്? ഇത്രയും കാലം ഏട്ടന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു വരുൺ. പക്ഷേ അവരുടെ ബന്ധം ഇപ്പൊ എങ്ങനെയാ? രണ്ട് ചേരിയിലല്ലേ? ഇനി ഒരു വിഷയം കൂടി ആയാൽ ശത്രുക്കളാവില്ലേ? അമ്മേ, വല്യച്ഛൻ വെച്ച് നീട്ടുന്ന കമ്പനിയുടെ നേതൃത്വം വരുൺ സ്വീകരിക്കില്ല. അതിനെ ചൊല്ലി അവർ തമ്മിൽ അടിപിടി ഉണ്ടാവും. നമ്മളവരെ തമ്മിലടിപ്പിക്കും. അപ്പോ വല്യച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണ്ടി വരും. അത് ഇവൻ ചെയ്യും, നിന്റെ മകൻ. പതുക്കെ പതുക്കെ ഏട്ടന്റെ മനസ്സിൽ വരുണിന്റെ സ്ഥാനത്ത് ഇവൻ എത്തിച്ചേരുകയും ചെയ്യും. അധികം വൈകാതെ ഇതുപോലൊരു കുടുംബയോഗത്തില് ഗൗതം എല്ലാത്തിന്റെയും ചുമതല വഹിക്കട്ടെ എന്ന് ഏട്ടൻ പറയുന്നത് നിനക്ക് കേൾക്കാം. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഏട്ടന്റെയും വരുണിന്റെയും വഴക്ക് ഒരുപാടൊന്നും നീണ്ടുപോവില്ല. അവർക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ അമ്മ മാത്രം മതി. അവര് പട്ടിണി കിടന്നോ കരഞ്ഞോ രണ്ടുപേരുടെയും പ്രശ്നം തീർക്കും. അവിടെയാണ് എനിക്കും നിനക്കും ഇവനും ഒക്കെ ജോലിയുള്ളത്. കഷ്ടപ്പെടണ ഉർവശി. മകൻ കണിമംഗലത്തിന്റെ അധികാരിയാവണമെങ്കിൽ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടേ മതിയാവൂ. അച്ഛനോട് സംസാരിക്കുമ്പോ ചെറിയച്ഛന്റെ നട്ടലിന് വിലക്കുറവുണ്ടെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട്. അല്ല, നിനക്കിതെന്ത് പറ്റി? അത് കൽപ്പന. മതി. നിങ്ങളെയൊക്കെ വിശ്വസിച്ചത് എന്റെ തെറ്റ്. ഞാൻ കരുതിയത് നിങ്ങളൊക്കെ എന്റെ ആവശ്യത്തിന് കൂടെ നിൽക്കുമെന്നാ. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത്. കൽപ്പന ഞങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. ഓ ചെറിയച്ച, എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ട് തന്ത്രങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ പറ്റൂന്ന്. അത് തെറ്റാണെന്ന് ചെറിയച്ഛന് ഞാൻ തെളിയിച്ചുതരാം. കണിമംഗലത്തെ കൽപ്പന ഒരു പദവി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പദവിയിലേക്ക് ഞാൻ എത്തിയിരിക്കും. അതിപ്പോ ചെറിയച്ഛനെയും കുടുംബത്തിനെയും എതിർക്കേണ്ടി വന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ ജീവിതം പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാതെ ഞാനിവിടെ ഹോമിച്ചതാ. അതുപോലെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ല. എന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം എനിക്ക് തിരിച്ചെടുത്തേ പറ്റൂ. കൽപ്പന അത് ചെയ്തിരിക്കും. അമ്പലത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങള് ദൈവത്തിന്റെ ഇടപെടലുകളാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ടാകും. കുറച്ചാളുകളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ആ നേരത്ത് പ്രകൃതിയിൽ ഉണ്ടായ മാറ്റമാണ് അതിന് കാരണമെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. വിവാഹം കഴിക്കാത്തൊരു പെണ്ണ് കഴുത്തിൽ ഒരു താലിയുമായിട്ട് നടന്നോട്ടെ എന്നാണോ? അമ്മേ, അത് മാറ്റാൻ ശ്രമിച്ചപ്പോ എന്താ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് അത് അവളുടെ കഴുത്തിൽ കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മറ്റാരേക്കാളും നിനക്കറിയാം. നേരിട്ട് കാണുമ്പോൾ ആളുകളൊന്നും പറയില്ല. ഇന്ന് ശ്രീകൃഷ്ണപുരത്ത് എല്ലാ വീട്ടിലും ഇതായിരിക്കും ചർച്ച. ആ ചർച്ചയൊക്കെ നല്ല രീതിയിലായിരിക്കുമോ? ഇവള് വഴിവിട്ട് നടക്കുന്നു എന്നല്ലേ ആളുകൾ പറയുക.
അമ്മേ, കുഞ്ഞുനാൾ മുതൽ ദൈവത്തിന്റെ അരുളപ്പാടെന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഭഗവാന്റെ നടയിൽ നടന്നൊരു സംഭവത്തിനെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പൊ പിന്നെ ഇവളുടെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു. മനസ്സ് വേദനിക്കില്ലേ? അങ്ങനൊരു പരീക്ഷണത്തിന് ഇനി തയ്യാറാവണോ? എനിക്ക് പേടിയില്ല. ഞാൻ ഇപ്പൊ ഇവളുടെ കഴുത്തിൽ നിന്ന് താലി ഊരി വാങ്ങിക്കാം. ക്ഷേത്രത്തിൽ നടന്ന ഒന്നും ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വേണ്ടമ്മേ, അങ്ങനെ ഒരു പരീക്ഷണത്തിനൊന്നും ഞാനില്ല. അപ്പൊ നിന്റെ യശോദയുടെയും തീരുമാനം അതാണ്. എന്താ നിന്റെ തീരുമാനം? തല കുനിച്ച് നിൽക്കണ്ട, മറുപടി പറ. ഞാനിത് അഴിച്ചു മാറ്റില്ല. എന്നാ എന്റെ തീരുമാനം കേട്ടോളൂ. ഈ നാണക്കേട് അവസാനിപ്പിക്കാതെ ഈ താലി ഇവളുടെ കഴുത്തിൽ നിന്നും മാറ്റുന്നത് വരെ ഞാൻ നിരാഹാരവ്രതത്തിലായിരിക്കും. ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? മകളുടെ കഴുത്തിലെ താലി സൂക്ഷിക്കണോ അമ്മയുടെ ജീവൻ രക്ഷിക്കണോ? നീ തീരുമാനിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛന് മനസ്സിലാവുന്നില്ല മോളെ. ക്ഷേത്രമുറ്റത്ത് സംഭവിച്ച കാര്യങ്ങള് പ്രകൃതിയുടെ വെറും ചലനങ്ങളായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാ മുത്തശ്ശി പറയുന്നതിൽ വസ്തുതയും തള്ളിക്കളയാൻ പറ്റുന്നില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം, അല്ലേ യശോദേ? പത്മിനി, ഞാൻ ചിലപ്പോൾ കുറച്ച് താമസിക്കും. അഡ്വക്കേറ്റിനെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തണം. വരുണിന്റെ പേരിലേക്ക് മുഴുവൻ കാര്യങ്ങളും മാറ്റാനുള്ള നടപടികൾ 1-2 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കിയേ പറ്റൂ. അല്ല, തനിച്ചു പോണ്ട, വയ്യാത്തതല്ലേ? ഞാൻ വരുണിനോട് പറയാൻ കൂടെ വരാൻ. വേണ്ട, അവനാണ് കൂടെ വരുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ അറിയുന്ന നിമിഷം തന്നെ അവനത് മുടക്കും. അത് ശരിയാ ഏട്ടത്തി. ഏട്ടൻ്റെ കൂടെ ഞാൻ പോകാന്ന് വെച്ചാൽ ഇന്ന് ശമ്പള ദിവസം നമ്മുടെ എസ്റ്റേറ്റുകളിലൊക്കെ പോകണം. വല്യച്ഛൻ തനിച്ചു പോണ്ട, ഞാൻ കൂടെ വരാം. അതിന് നിനക്കിന്ന് ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരോടൊപ്പം? ഏയ്, അതവന്മാർ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാ. പക്ഷേ വല്യച്ഛന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതൊന്നും കാര്യമാക്കില്ല. നിങ്ങൾ ഒന്നിച്ച് പോയിട്ട് വായേട്ടാ. ഗൗതം, വല്യച്ഛൻ്റെ മരുന്നുകൾ കയ്യിലെടുത്തോളണം. കൃത്യസമയത്ത് ഭക്ഷണം കഴിപ്പിക്കണം. യാത്രയിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നിർത്തി വഴിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇതെന്താടോ, വലിയ രോഗികളെ കൊണ്ടു നടക്കുന്നത് പോലെയാണല്ലോ നീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. വല്യച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. വല്യച്ഛ, നമുക്കിറങ്ങിയാലോ? നീ നിന്റെ കൂട്ടുകാരോടൊത്തുള്ള യാത്ര മുടക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അവരുമായിട്ടുള്ള യാത്ര എനിക്ക് എപ്പോഴും ആവും. വല്യച്ഛൻ്റെ കൂടെ കിടക്കാൻ എനിക്ക് അവസരം കിട്ടാറില്ലല്ലോ. വല്യച്ഛൻ വരൂ. പത്മിനി, ശരിയാണ്, പോയി വരാം. ശരി. ഏട്ടത്തി ടെൻഷനാവൊന്നും വേണ്ട.
അവന്റെ മനസ്സിൽ ദൈവത്തെ പോലെയാ വല്യച്ഛൻ. അവൻ നോക്കിക്കോളും. കണ്ടില്ലേ ഉർവശി, കാര്യങ്ങൾ പതുക്കെ മാറി മാറി വരുന്നത്. ഏട്ടന്റെ മുന്നിൽ ഗൗതം ഒരു അടിമയെ പോലെ നിൽക്കും. ഈ യാത്ര കഴിഞ്ഞ് ഏട്ടൻ തിരിച്ചു വരുമ്പോൾ ഗൗതത്തെക്കുറിച്ച് ഏട്ടന് നല്ലത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. വരുണിന്റെ സ്ഥാനത്ത് നമ്മുടെ മോനെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള ആദ്യ ചടങ്ങാ നടക്കുന്നേ. അച്ഛനും മോനും കൂടി തീരുമാനിച്ചതാണോ ഇതൊക്കെ? അല്ലാതെ പിന്നെ പോകുന്ന സ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അവനത് തെറ്റിക്കില്ല. അമ്മേ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ആർക്ക്? അമ്മയ്ക്ക്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ യശോദേ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? കുറച്ച് ദിവസം കഴിയട്ടെ, അവളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കാം. അവളുടെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. അത് നീ പ്രസവിച്ച മകളെ ഇല്ലാതാക്കുക എന്ന്. അതിന് കൂട്ടുനിൽക്കുകയാണോ നീ? പ്രസവിച്ച മകളോട് നിനക്ക് സ്നേഹമില്ലെങ്കിലും എനിക്കതിന് കുറവൊന്നും വന്നില്ല. എനിക്ക് പ്രിയങ്കമോളുടെ ജീവിതമാ പ്രധാനം. അതിന് നീ രാധികയുടെ കഴുത്തി കിടക്കുന്ന താലി ഊരിയേ പറ്റൂ. എന്താ ഇവിടെ? ഭക്ഷണം എടുത്തു വെച്ചിട്ട് അമ്മ വരുന്നില്ല. എന്താ അമ്മ ഇത്? ഇന്നലെ നീ എന്താ പറഞ്ഞത്? കുഞ്ഞുനാൾ മുതൽ വിശ്വാസിയാണ്, ക്ഷേത്രത്തിലെ പൂജാരിയാണ്, അതനുസരിച്ച് നിനക്ക് നടക്കാൻ പറ്റൂ എന്നൊക്കെയല്ലേ? ഒരാൾ എടുത്തിരിക്കുന്ന വ്രതം നിർബന്ധിച്ച് അവസാനിപ്പിക്കാൻ പാടുള്ളതാണോ? ഞാൻ വ്രതം എടുക്കുന്നത് എന്റെ കൂടി വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിന്റെ പേരിൽ ചത്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. മോളുടെ ധിക്കാരങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമെന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളൂ? അത് നടന്നോട്ടെ. മുത്തശ്ശി, ഭക്ഷണം കഴിക്കാം. ഇതെല്ലാം ചെയ്തു തീർത്തിട്ട് ഇവരുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്നതൊക്കെ കൊള്ളാം. എന്റെ മുന്നിൽ അത് വേണ്ട, മനസ്സിലായോ? വിശക്കുമ്പോ വാശിയൊക്കെ മാറിക്കോളും. ഹലോ. ഹലോ, രാധികയാണോ? അതെ. രാധിക, ഞാൻ ശ്രീകുമാർ, മ്യൂസിക് ഡയറക്ടർ. സർ, ഞാൻ വിനയ മേഡത്തിന്റെ അടുത്തുനിന്നാ കുട്ടിയുടെ നമ്പർ വാങ്ങിയത്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ സർ, പറഞ്ഞോളൂ. ഓക്കെ സർ, ഞാനൊന്ന് അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. ഓക്കെ, ശരി. ശരി സർ, താങ്ക് യു. എന്താ മോളെ? അച്ഛാ, അന്ന് ശ്യാമ മാഡത്തിന്റെ ഒപ്പം എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചില്ലേ ശ്രീ ഉമ സാർ? അദ്ദേഹം ഇപ്പൊ വിളിച്ചത്. ഏതോ ഒരു പാട്ട് ശ്യാമ മാഡം പാടി തുടങ്ങിയതാ. മാഡത്തിന് വയ്യാതെയായി. എന്നോട് പകരം പാടാൻ പറ്റുമോന്ന് ചോദിച്ചാ വിളിച്ചത്. ശ്യാമ മേഡത്തിന് പകരോ? അതെ അമ്മേ, അങ്ങനെയാ പറഞ്ഞത്. അച്ഛാ, എന്ത് വേണം? ഇതിനൊക്കെ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ കുട്ടി? നിന്റെ മുന്നിൽ വന്നിരിക്കുന്ന അവസരം ചെറുതാണോ? നിന്റെ കാര്യത്തിൽ ദൈവം പൂർണ്ണമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. ചെല്ലാന്ന് പറയൂ കുട്ടി, ചെന്ന് പാട്. ശ്യാമ മാഡത്തിന് വേണ്ടിയാന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. മാഡത്തിന്റെ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാവുമല്ലോ.
വിളിച്ചു പറ ചെല്ലാന്ന്. നിന്നെ എല്ലാവരും അംഗീകരിക്കാനുള്ള വഴി ഇതായിരിക്കും. കൃഷ്ണ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അങ്ങനെ രക്ഷിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഇനി ഒരു തീരുമാനവും ഞാൻ എടുക്കുന്നില്ല. എല്ലാം അങ്ങേക്ക് വിടുകയാ. ശ്യാമ മാഡത്തിനു വേണ്ടി പാടാൻ പോകുന്ന ഈ പാട്ട് അവർക്കെല്ലാവർക്കും തൃപ്തിയാകുന്ന രീതിയിൽ എനിക്ക് പാടാൻ പറ്റണേ. ക്ഷേത്രത്തിൽ വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് എന്താ കാണാൻ വരാഞ്ഞ്? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ കഴുത്തില് ഞാൻ കെട്ടിയ താലി അഴിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് നിന്റെ ഭഗവാനല്ലേ? അതിനെന്താ അർത്ഥം? ഒന്നിച്ച് ജീവിക്കേണ്ടത് നമ്മളാണ് എന്നല്ലേ? എനിക്കറിയില്ല. എടോ, ക്ഷേത്രമുറ്റത്ത് നടക്കുന്ന സൂചനകൾ വ്യാഖ്യാനിക്കാൻ അച്ഛനറിയില്ലേ? അച്ഛനോട് ചോദിക്കാമായിരുന്നില്ലേ? അച്ഛനോടൊന്നും ചോദിക്കാൻ പറ്റില്ല. അച്ഛനൊന്നും അറിയിക്കാനും പറ്റില്ല. ദൈവം തന്ന സൂചനകൾ അച്ഛൻ വിശ്വസിക്കുമോ? എന്റെ ഭാര്യയാവാൻ നിനക്ക് താല്പര്യമാണോ? അവളോടൊപ്പം നന്നായിട്ട് ജീവിക്കണം. രാധിക, എനിക്ക് മടുത്തു. ഈ ജീവിതം തന്നെ മടുത്തു തുടങ്ങി. വലിയൊരു കള്ളത്തിന് മേലുള്ള ജീവിതം. വെറുപ്പാണ് എനിക്കതിനോട്. എന്നോടൊപ്പം ജീവിക്കില്ല എന്ന് നീ തീരുമാനം എടുത്താൽ എനിക്ക് എന്റെ ജീവിതത്തിൽ നിർണായകമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. നീ വേദനിക്കും. എന്നെക്കുറിച്ചും നഷ്ടപ്പെട്ട ജീവിതത്തിനെ കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടും. അർത്ഥമില്ലാതായ ജീവിതത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. രാധികയെ എല്ലാ വിധത്തിലും ആശ്വസിപ്പിക്കുന്ന അങ്ങേക്ക്
എൻ്റെ മനസ്സ് മനസ്സിലാവും എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് ഒരു കാരണവശാലും ഇളക്കം തട്ടരുത്. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ പേപ്പറുകളെല്ലാം അഡ്വക്കേറ്റ് ശരിയാക്കും. അത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് വരുണാണ്. അമ്മ വേണം അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് തന്നെ പറയാം. വലിച്ച വരുൺ ചുമതല ഏറ്റു കഴിഞ്ഞാൽ വരുണിന്റെ കൂടെ ഞാൻ നിന്നോളാം. അധികാരത്തിന്റെ പങ്കുപറ്റാനൊന്നുമല്ല, അവന്റെ ഒരു ഡ്രൈവറെ പോലെയോ കൂടെ നടക്കുന്ന ഒരാളെ പോലെയോ മതി. അതൊന്നുമല്ല, അതിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് നിനക്ക് ഞാൻ എൻ്റെ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്നത്. കേട്ടോ പത്മിനി, ഇന്നത്തെ യാത്രയിൽ മുഴുവൻ ഞാൻ ഗൗതമിനെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിങ്ങളെല്ലാം പറഞ്ഞു വിട്ടതല്ലേ, അത് അയാൾ കൃത്യമായിട്ട് ചെയ്തു. ഇവനെപ്പോലെ ഒരാൾ കൂടെ ആർക്കായാലും നല്ലതാണ്. ഏട്ടാ, എന്റെ ആങ്ങളയുടെ ഒരു ബിസിനസ് ഉണ്ട്. അവനൊരു സഹായിയായിട്ട് ഇവനെ വിടുവെന്ന് ഏട്ടൻ ചോദിച്ചിട്ടുണ്ട്. അതിപ്പോ പറ്റില്ലെന്ന് പറയണം. ഏട്ടൻ ഇവനെ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഇവനെ വിട്ടുകൊടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മനസ്സിലായോ? ഗൗതമിന്റെ കാര്യത്തില് നിനക്ക് പരിഭ്രമമൊന്നും വേണ്ട ഉർവശി. പുറത്തെവിടെയും പോണ്ടവൻ കണിമംഗലത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തട്ടെ. വരുൺ, ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്.